നമ്മൾ കേരളത്തിലുള്ളവരെ എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനും എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ആഘോഷം എന്ന് പറയുന്നത് ഓണാഘോഷമാണ്. ഓണത്തെക്കുറിച്ച് എനിക്ക് എപ്പോഴും നിറമുള്ള ഓർമ്മകളാണ്. അത്തപ്പൂക്കളം, ഓണക്കോടി, ഓണസദ്യ, പിന്നെ ഊഞ്ഞാല്, ഓണക്കളികൾ, ഇങ്ങനെ ഓണത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ ഓണം ആഘോഷിക്കാറുണ്ട്. ഓണത്തിൻ്റെ സമയം നോക്കുവാണെങ്കിൽ പ്രകൃതി തന്നെ നമുക്ക് ആഘോഷിക്കാനായിട്ടുള്ള ഒരു ആംബിയൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥ തന്ന് നിറച്ചും പൂക്കളൊക്കെ ആക്കിയിട്ട് നമുക്ക് ആഘോഷിക്കാനായിട്ട് പ്രകൃതി തന്നെ ഒരുക്കി തന്നിരിക്കുന്ന ഒരു സമയമാണ് ഓണത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ ഓണത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആണ് അതിൻ്റെ ആ കഥ. അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് മഹാബലിയുടെ മഹാമനസ്കതയും ദാനശീലവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഗുണപാഠം ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് ഞാനൊരു ചെറിയ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴത്തേനും അത് 60% ആൾക്കാർ പോസിറ്റീവായിരിക്കും, 40% ആൾക്കാരോ നെഗറ്റീവായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. അതുതന്നെയല്ല, ചില അഡിക്ഷൻസ് ഉണ്ട് നമുക്ക്. ഫോണിൻ്റെ അഡിക്ഷൻ, ചിലർക്ക് സീരിയൽ, സിനിമ, ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന അഡിക്ഷന്, പിന്നെ പുകവലി, മദ്യപാനം, അങ്ങനെ പല അഡിക്ഷൻസ്. പിന്നെ പല നെഗറ്റീവ് കാര്യങ്ങൾ, കുറ്റം പറയുക, കുശുബ്, കുന്നായ്മ, കുതികാൽ വെട്ടൽ, പിന്നെ എന്നതാ നമ്മൾ പാര വയ്ക്കുക, പൊക്കത്തിൽ നിന്ന് വലിച്ചു താഴ്ത്തുക, അങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ചില സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ മുളയില തന്നെ ഞുള്ളി കളഞ്ഞില്ലെങ്കിൽ അത് വാമനനെ പോലെ വളർന്ന് വലുതായി നമ്മളെ ഒന്നും അല്ലാതാക്കും. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇതാക്കും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഗുണമായി കഥയിലോട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ അത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇച്ചിരി കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോയെന്ന്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, പല ആൾക്കാരും, പല വിദേശികളും, അറബികൾ, തുർക്കികൾ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഫൈനലി ബ്രിട്ടീഷുകാർ, അവർ പിന്നെ നമ്മളെ അടപടലം അടിമകളാക്കി. അവരൊക്കെ വന്ന സമയത്ത് നമ്മൾ അവരെന്തിനു വന്നു, അവരുടെ ലക്ഷ്യം കച്ചവടം മാത്രമായിരുന്നോ, അതൊന്നും തിരിച്ചറിയാതെ അവരെ നമ്മൾ അവർ വലിയ പൊസിഷനൊക്കെ കൊടുത്ത് എന്തോ വലിയ ആൾക്കാരാന്ന് കണ്ട് അവർക്കില്ലാത്ത ഇല്ലാത്ത സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് അങ്ങനെ അവർ ഫൈനലി നമ്മളെ അടിമയാക്കി. ഈ ഓണത്തിൻ്റെ കഥയൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ തിരിച്ചറിഞ്ഞ്, നമ്മളെ രാജ്യം ഭരിച്ചിരുന്നവർ അന്ന് അത് തിരിച്ചറിഞ്ഞ് അവരെ ഓപ്പോസിറ്റ് കസേരയിൽ ഇരുത്തി കൈ കൊടുത്ത് ഡീല് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അതിന് പകരം നമ്മൾ അവരുടെ മുമ്പിൽ തല കുനിച്ച് കൊടുത്ത്, അതുകൊണ്ടാണ് രാജ്യം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ കഥയാണ്. അതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചു. അതുപോലെ നമ്മുടെ കർമ്മരംഗത്താണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും നമ്മൾ അമിതമായിട്ട് ആർക്കും റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക. റെസ്പെക്റ്റ് കൊടുക്കണം, പക്ഷെ അമിതമായിട്ട് അവർ വലിയ ആൾക്കാരാണ്, നമ്മളൊന്നുമല്ല എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് എല്ലാവരും വിശ്വസിക്കുക, അമിതമായിട്ട് അമിതമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ട് അത് ആക്കി തീർക്കും. നമ്മളെപ്പോഴും നമ്മുടെ വിവേകം ഉപയോഗിക്കുക. എങ്ങനെ കൂടുതലും പരമായിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിലും ഈ ഓണത്തിൻ്റെ കൂടെ കഥയിൽ എന്തെങ്കിലും ബിസിനസ്, എന്തെങ്കിലും വലിയ ഡീല്, പൈസയുടെ ഡീലൊക്കെ നടത്തുമ്പം നമ്മൾ ഈ ഓണത്തിൻ്റെ കഥയിലെ ഗുണപാഠം ഓർക്കുന്ന എപ്പോഴും നന്നായിരിക്കും.
പിന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം വിവേകത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കാം. അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.